ഗുഡ് ഈവനിംഗ് 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം ഈ മണിക്കൂറിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. ഉത്തർപ്രദേശിലെ സംഘർഷബാധിത മേഖലയായ സംഭളിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ യാത്ര തടഞ്ഞ പോലീസ്. ഗാസിപൂർ അതിർത്തിയിൽ നാടകീയ രംഗങ്ങൾ. പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടെന്ന് രാഹുൽ ഗാന്ധി. യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചതോടെ രാഹുൽ ഡൽഹിക്ക് മടങ്ങി. നിരോധനാജ്ഞ ലംഘിക്കാൻ അനുവദിക്കില്ലെന്ന് ഉത്തർപ്രദേശ് പോലീസ്. അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം. ആക്രമണം അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ വെച്ച്. ബാദൽ സുരക്ഷിതൻ. വെടിയുതിർത്ത അക്രമി ഖലിസ്ഥാൻ സംഘടനയായ ദൽ ഖൽസയുടെ സജീവ പ്രവർത്തകൻ. നരേൻ സിംഗ് ചൌരയെ കീഴ്പ്പെടുത്തിയ അംഗരക്ഷകർ. ഉന്നതതല അന്വേഷണം വേണമെന്ന് അകാലിദൾ. ആലപ്പുഴ കളർകോട് അപകടത്തിൽ മരിച്ച ആയുഷ് ഷാജിക്കും ദേവനന്ദനും നാടിന്റെ യാത്രാമൊഴി. കാവാലത്തും പാലായിലുമായി സംസ്കാര ചടങ്ങുകൾ നടന്നു. അപകടത്തിൽ പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയുടെ നില ഗുരുതരം. കാറിന്റെ ഉടമ ഷാമിൽ ഖാൻ മുൻപും കാർ വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് RTO രമണൻ. സൗഹൃദത്തിന്റെ പേരിൽ കാർ നൽകിയെന്ന വാദം തള്ളി. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ പൂജാ ബമ്പർ ഒന്നാം സമ്മാനം. കൊല്ലത്ത് വിറ്റ ടിക്കറ്റിന് കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടയിൽ നിന്ന് സബ് ഏജന്റ് ദിനേശ് കുമാർ എടുത്ത ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. 12 കോടിയുടെ ഭാഗ്യശാലിയെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുന്നു. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിക്കെതിരെ മുൻ ജീവനക്കാരി. ആയമാർ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് നിത്യസംഭവമെന്ന് വെളിപ്പെടുത്തൽ. ശിശുക്ഷേമ സമിതിയിലേക്ക് മഹിളാ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ ജലപീരങ്കി പ്രയോഗിച്ചു. കുഞ്ഞിനെ ഉപദ്രവിച്ച സംഭവത്തിന് പിന്നാലെ കരാർ ജീവനക്കാർക്ക് കൗൺസിലിംഗ് നൽകാൻ CWC. സസ്പെൻസുകൾക്കൊടുവിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസ്. മുംബൈയിൽ ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗത്തിൽ ഫഡ്നാവിസിനെ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. നാളെ വൈകിട്ട് 5 മണിക്ക് മുംബൈ ആസാദ് മൈതാനിലാണ് സത്യപ്രതിജ്ഞ. മെറിറ്റ് സീറ്റുകളിലെ പ്രവേശനം അട്ടിമറിക്കാൻ നഴ്സിംഗ് കോളേജുകൾക്ക് സംസ്ഥാന സർക്കാരിന്റെ മൗനാനുവാദം. സർക്കാരിന് ലഭിക്കേണ്ട സീറ്റുകൾ നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞിട്ടും അനങ്ങാതെ ആരോഗ്യവകുപ്പ്. കൊട്ടാരക്കര വാളകം മേഴ്സി കോളേജിന് ഫീസ് നിശ്ചയിച്ച് നൽകിയതിലും അട്ടിമറിയെന്ന് സൂചന. ഗൗരവാന്വേഷണം വേണമെന്ന് MK മുനീർ. വൻ ഗൂഢാലോചനയെന്ന് KSU. UR പ്രദീപും രാഹുൽ മാങ്കുട്ടത്തിലും നിയമസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിന് സാക്ഷ്യം വഹിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്പീക്കറും. പാലക്കാട്ടെ വൻ വിജയം കേരളത്തിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ സൂചനയെന്ന് AK ആന്റണി. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പിൽ ക്ഷേത്രം ഭാരവാഹികൾക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ആന എഴുന്നള്ളിപ്പിൽ കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തത് കോടതിയോടുള്ള പരസ്യ വെല്ലുവിളി. മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാനാവില്ല. പെരുമാറ്റം ഇങ്ങനെയാണെങ്കിൽ എഴുന്നള്ളിപ്പിനുള്ള അനുമതി പിൻവലിക്കുമെന്നും കോടതിയുടെ മുന്നറിയിപ്പ്. ആലപ്പുഴയിൽ നവജാത ശിശുവിന് അസാധാരണ വൈകല്യങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ കുടുംബം സമരത്തിലേക്ക്. സത്യത്തിന് വിലയില്ലാത്ത രീതിയിലാണ് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടെന്ന് പിതാവ് അനീഷ് മുഹമ്മദ് 24-നോട്. ഡോക്ടേഴ്സിനെതിരെ തുടർ നടപടി സ്വീകരിക്കുന്നതുവരെ ആശുപത്രിക്ക് മുന്നിൽ സത്യഗ്രഹ സമരം തുടരുമെന്നും പിതാവ്. കൊല്ലം ചെമ്മാമുക്കിലെ അതിക്രൂര കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ്. ഭാര്യയെക്കുറിച്ചുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. തീ കൊളുത്താനുള്ള പെട്രോൾ വാങ്ങിയത് തഴുത്തലയിൽ നിന്നും FIR-ന്റെ പകർപ്പ് 24-ന്. സംഭവത്തിൽ പ്രതി പത്മരാജന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. സലാം MLA-യുടെ മുൻ PA-യുടെ അക്കൗണ്ടിൽ നിന്ന് 7 ലക്ഷം രൂപ തട്ടിയെടുത്തു. വാട്സാപ്പിലൂടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയി എന്ന സന്ദേശം നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ ADGP MR അജിത് കുമാറിനെ വിജിലൻസ് ചോദ്യം ചെയ്തു. ആഡംബര വീട് നിർമ്മാണത്തിൽ ഉൾപ്പെടെ വിവരങ്ങൾ തേടി. ഈ മാസം അവസാനത്തോടെ വിജിലൻസ് റിപ്പോർട്ട് കൈമാറിയേക്കും. അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂട്ടി സപ്ലൈകോ. ഈ മാസം അരിക്ക് മാത്രം കൂട്ടിയത് 3 രൂപ. യുവതിയെ തടഞ്ഞു നിർത്തി അശ്ലീലം പറഞ്ഞ സംഭവത്തിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ കേസെടുത്ത് പോലീസ്. ഇടുക്കി പോത്തിനുകണ്ടം CPIM ബ്രാഞ്ച് സെക്രട്ടറി ബിജു ബാബുവിനെതിരെയാണ് നടപടി. ശബരിമലയിലെ ഡോളി തൊഴിലാളികളുടെ സമരത്തിൽ വിമർശനവുമായി ഹൈക്കോടതി. അയ്യപ്പ ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഡോളി ചാർജ് സംബന്ധിച്ച് നേരത്തെ തന്നെ കോടതി ഉത്തരവുണ്ടെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം. ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് മാറ്റമില്ലാതെ തുടരുന്നു. 75,000 ഭക്തർ ഇന്നലെ ദർശനം നടത്തി. സ്പോട്ട് ബുക്കിംഗ് വഴിയെത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വർധന. ഭക്തർ പരമ്പരാഗത കാനനപാത വഴി കാൽനടയായി സഞ്ചരിക്കരുത് എന്ന നിയന്ത്രണം പിൻവലിച്ചു.
CPIM മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയും മക്കനും BJP-യിൽ ചേർന്നു. തിരുവനന്തപുരത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പങ്കെടുത്ത ചടങ്ങിലാണ് പാർട്ടി പ്രവേശം. CPIM വിട്ടതോടെ തനിക്കെതിരെ ഇതുവരെ ഇല്ലാത്ത സാമ്പത്തിക ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നതെന്ന് മധു മുല്ലശ്ശേരി. പ്രോബാത്രിയം വഹിച്ചുള്ള ISROയുടെ PSLV C-59ന്റെ വിക്ഷേപണം മാറ്റി. ബഹിരാകാശ പേടകത്തിൽ സാങ്കേതിക തകരാറെന്ന് ISROയുടെ ട്വീറ്റ്. വിക്ഷേപണം നാളെ വൈകിട്ട് 4:12 നടക്കുമെന്നും ISRO. തൃശൂർ പീച്ചി വനഗവേഷണ കേന്ദ്രത്തിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസിന്റെ നിയന്ത്രണങ്ങൾ മറികടന്ന പ്രവർത്തകർ വനഗവേഷണ കേന്ദ്രത്തിന്റെ ഗ്ലാസ് ഡോറുകൾ തല്ലി തകർത്തു. സ്ഥാപനം വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു എന്നാരോപിച്ചായിരുന്നു മാർച്ച്. ശബരിമലയിൽ പരമ്പരാഗത കാനനപാതയിലൂടെ സഞ്ചരിച്ച 2 സ്ത്രീകൾ വഴിയിൽ കുടുങ്ങി. 1 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ ഫയർഫോഴ്സ് സംഘമെത്തി ഓടംപ്ലാവിൽ നിന്ന് സ്ത്രീകളെ കണ്ടെത്തി. നാവികസേന മുങ്ങിക്കപ്പൽ മീൻപിടുത്ത ബോട്ടിലിടിച്ച് 2 പേർ മരിച്ച സംഭവത്തിൽ ബോട്ട് ഉടമ ലിജു മൈക്കിൾ പരാതി നൽകി. നേവി അന്തർവാഹിനി അപകടകരമായും മുന്നറിയിപ്പില്ലാതെയും എത്തിയെന്ന് പരാതി. എന്നാൽ അന്തർവാഹിനിക്ക് 10 കോടി നഷ്ടമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി നേവിയും പരാതി നൽകി. ഗോവൻ തീരത്താണ് അപകടമുണ്ടായത്. ജോലി സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്ത അന്ന സെബാസ്റ്റ്യന്റെ വിഷയം ലോക്സഭയിൽ ഉയർത്തി ശശി തരൂർ MP. തൊഴിലിടങ്ങളിലെ ജോലി സമ്മർദ്ദം ഒഴിവാക്കാനുള്ള നടപടികൾ വേണം. തൊഴിലിടങ്ങളിലെ പ്രവൃത്തി സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം കൊണ്ടുവരണം എന്നും ശശി തരൂർ. ഓഫീസ് സമയത്ത് ഓൺലൈൻ ഗെയിമിന് നിരോധനം ഏർപ്പെടുത്തി ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ. ഇത് സംബന്ധിച്ച് ഹൈക്കോടതി സ്റ്റാഫുകൾക്ക് കർശന നിർദ്ദേശവുമായി രജിസ്ട്രാർ ജനറൽ മെമ്മോറാണ്ടം ഇറക്കി. ദേശീയപാത വികസനത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഭൂമി ഏറ്റെടുത്ത് നൽകിയാൽ കുണ്ടന്നൂർ അങ്കമാലി ബൈപ്പാസ് നിർമ്മാണം തുടങ്ങാം. അലൈൻമെന്റ് മാറ്റിയാൽ വീണ്ടും DPR വേണ്ടിവരുമെന്നും നിതിൻ ഗഡ്കരി. എറണാകുളം തൃപ്പൂണിത്തുറ പള്ളിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇടവക വികാരി ജോഷി വാഴപ്പറമ്പിൽ ഉൾപ്പെടെയുള്ള വിമതർക്കെതിരെ കേസ്. പള്ളിയുടെ ചുമതല ഏറ്റെടുക്കാൻ എത്തിയ ഫാദർ കുര്യൻ ഭരണിക്കുളങ്ങരെ തടഞ്ഞതിനെതിരെയാണ് കേസെടുത്തത്. സംസ്ഥാന സർക്കാരിന്റെ അഭിമാനമായ ലൈഫ് മിഷൻ ഭവന പദ്ധതി വൻ പ്രതിസന്ധിയിൽ. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഗുണഭോക്താക്കൾക്ക് പണം ലഭിക്കുന്നതിന് വൻ കാലതാമസം. വീടുകളുടെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. തിരിച്ചടിയായത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി. മാസപ്പടി കേസിലെ SFIO അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി തിങ്കളാഴ്ച വീണ്ടും വാദം കേൾക്കും. ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗിന്റെ ബെഞ്ച് ഇന്ന് കേസിൽ വാദം കേൾക്കൽ ആരംഭിച്ചുവെങ്കിലും പൂർത്തിയായില്ല. സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചെന്നാരോപിച്ച് യൂട്യൂബർക്കെതിരെ പരാതി നൽകി PP ദിവ്യ. മകളെ കൊല്ലുമെന്ന് ഇൻസ്റ്റഗ്രാമിൽ ഭീഷണി കമന്റിട്ട തൃശൂർ സ്വദേശി വിമൽ എന്നയാൾക്കെതിരെയാണ് പരാതി. ADMK നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് സ്ഥലം മാറ്റം. മഞ്ജുഷയുടെ അപേക്ഷ പരിഗണിച്ച് പത്തനംതിട്ട കളക്ടറേറ്റിലേക്കാണ് മാറ്റം. നേരത്തെ കോന്നി തഹസിൽദാറായിരുന്നു. കൊല്ലം ഇടവിളക്കൽ സഹകരണ ബാങ്ക് ക്രമക്കേടിൽ ED അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ ഉത്തരവ്. ECIR രജിസ്റ്റർ ചെയ്യാൻ EDക്ക് നിർദ്ദേശം. ആരോപണ വിധേയരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യരുത് എന്നും ഹൈക്കോടതി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേരള MPമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. പാർലമെന്റിൽ വെച്ചാണ് കൂടിക്കാഴ്ച. ഉരുൾപൊട്ടൽ ദുരിത സാഹചര്യങ്ങൾ ധരിപ്പിച്ചെന്ന് പ്രിയങ്ക ഗാന്ധി. കണ്ണൂർ ചെങ്ങളായിൽ പുലിയുടെ സാന്നിധ്യമെന്ന് വനം വകുപ്പിന്റെ സ്ഥിരീകരണം. എടക്കളം ഭാഗത്താണ് പുലിയെ കണ്ടത്. പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു. കർഷകർക്ക് താങ്ങുവില നൽകി നെല്ല് സംഭരിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര സർക്കാർ. സംഭരിച്ച നെല്ലിന്റെ താങ്ങുവില 48 മണിക്കൂറിനുള്ളിൽ നൽകണമെന്ന് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സഹമന്ത്രി വ്യക്തമാക്കി. ലഹരി കേസിൽ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തീർപ്പാക്കി. നിഹാദ് ഉൾപ്പെടെ ഹർജി സമർപ്പിച്ച 6 പേർക്കെതിരെ കേസ് നിലവിലില്ലെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ലഹരിവേട്ട. 70 ഗ്രാം MDMA പിടികൂടി. കാഞ്ഞങ്ങാട് സ്വദേശി നിസാമുദ്ദീനെ പിടികൂടി. നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത രാഹുൽ മാങ്കുട്ടത്തിലിന് നീല ട്രോളി ബാഗ് ഉപഹാരമായി നൽകി സ്പീക്കർ AN ഷംസീർ. ട്രോളി ബാഗ് MLA ഹോസ്റ്റലിലേക്ക് കൊടുത്ത് അയക്കുകയായിരുന്നു. നിയമസഭാ മാനുവലും ചട്ടങ്ങളും അടങ്ങുന്ന ബാഗ് നൽകുന്നത് പതിവുണ്ടെന്നും നേരത്തെ വാങ്ങിവച്ചിരുന്ന ബാഗ് നീല നിറത്തിലുള്ളതായിരുന്നു എന്നുമാണ് സ്പീക്കറുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം. കേരളത്തിനുള്ള കൂടുതൽ വാർത്തകൾ.
ക്ലാസിക് ഫിലിം ഫെസ്റ്റ് ഈ മാസം 7-8 തീയതികളിൽ രാവിലെ 10 മണിക്ക് എറണാകുളം സംഗീത തിയേറ്ററിൽ നടക്കും. പ്രമുഖ എഴുത്തുകാരും സിനിമാ സംവിധായകരും പരിപാടിയിൽ പങ്കെടുക്കും. ഇന്ത്യയുടെ ആദ്യ വനിതാ വിദേശകാര്യമന്ത്രിയും സാമൂഹ്യ പ്രവർത്തകയുമായ ലക്ഷ്മിയൻ മേനോന്റെ 30ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ സംയുക്തമായി വിമൻസ് കോൺക്ലേവ് സംഘടിപ്പിച്ചു. YMCA ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മുൻ കേരള നിയമസഭാ സ്പീക്കറും ആരോഗ്യവകുപ്പ് മന്ത്രിയുമായ VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ നാദയോഗി വി ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവത്തിലെ പ്രകടനങ്ങൾ കാണികളെ വിസ്മയിപ്പിക്കുന്നു. 4ാം ദിവസം രഞ്ജിത്ത് രാജിന്റെയും ചെന്നൈ ഭരതരാജന്റെയും സംഗീത കച്ചേരിയും ശ്രോതാക്കളെ ആകർഷിച്ചു. ചെന്നൈ മായാവിനയന്റെ മോഹിനിയാട്ടവും കലാമണ്ഡലം കാവ്യയുടെ കുച്ചിപ്പുടിയും ന്യൂ പല്ലവി പാലാഴി ടീം അംഗങ്ങളുടെ തിരുവാതിരക്കളിയും അരങ്ങേറി. കലാകാരന്മാർക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി സ്വാമി പ്രശസ്തി പത്രവും ഫലകവും പ്രസാദവും നൽകി ആദരിച്ചു. ആലപ്പുഴ മുഹമ്മ നസ്രത്ത് കാർമൽ ആശ്രമ ദേവാലയത്തിലെ അമലോത്ഭവ മാതാവിന്റെ തിരുനാളിന് കൊടിയേറി. ഈ മാസം 8-നാണ് തിരുനാൾ. മാഹിയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് കടന്നു കളഞ്ഞ മോഷ്ടാവ് പിടിയിലായത് കല്ലായി സ്വദേശി മുഹമ്മദ് ഇൻസുദ്ദീൻ. തൃശൂർ മണ്ണുത്തിയിൽ വൻ സ്പിരിറ്റ് വേട്ട. മുന്തിരിക്കടയിൽ ഒളിപ്പിച്ചു കിടത്തിയ 2600 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. തൃശൂർ സ്വദേശിക്ക് കൈമാറാനുള്ള ശ്രമത്തിനിടെയാണ് എക്സൈസ് ഇയാളെ പിടികൂടിയത്. ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് പെരുമ്പാവൂർ മേത്തലയിലെ സെന്റർ ഫോർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ റിസർച്ചിലെ കുട്ടികൾ അഭിനയിച്ച വീഡിയോ സന്ദേശം പുറത്തിറക്കി. മനു ചന്ദ്രൻ, മനുപ്രസാദ്, എൽസൻ CA, തോമസ് ജോർജ്, മനോജ് കുമാർ എന്നീ കുട്ടികളാണ് അഭിനയിച്ചിരിക്കുന്നത്. കുട്ടികൾ നിർമ്മിച്ച ക്രിസ്തുമസ് ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും നടനുമായ K മണികണ്ഠന് സസ്പെൻഷൻ. ഒറ്റപ്പാലത്തെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 1.9 ലക്ഷം രൂപ പിടികൂടിയതിന് പിന്നാലെയാണ് നടപടി. കോഴിക്കോട് വടകരയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. വടകര സ്വദേശി കൃഷ്ണമണിയുടെ കാറാണ് കത്തിനശിച്ചത്. മലക്കിപ്പാറയിൽ ടൂറിസ്റ്റുകൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. ഷോളയാർ തൊട്ടപ്പുരയിലാണ് സംഭവം. ആക്രമണത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. ആലപ്പുഴയിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് അപകടം നടന്നത് കായംകുളം KP റോഡിൽ. പരിക്കേറ്റവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കൊല്ലം ആര്യങ്കാവിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ശബരിമല തീർത്ഥാടകൻ മരിച്ചു. സേലം സ്വദേശി ധനപാലാണ് മരിച്ചത്. 28 പേർക്ക് പരിക്കേറ്റു. ശക്തമായ കാറ്റിൽ കാസർഗോഡ് അടുക്കത്ത് വയലിൽ വീട് തകർന്നു. താളിപ്പടപ്പ് സ്വദേശി കിഷോർ കുമാറിന് വീണാണ് തകർന്നത്. വീട്ടുകാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഹണ്ട് ന്യൂസിലേക്ക് തിരികെ. ഇനി പ്രധാന അറിയിപ്പുകൾ നോക്കാം. ആധാർ കാർഡ് സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി ഈ മാസം 14 വരെ നീട്ടി. ഈ സമയപരിധിക്ക് ശേഷം ആധാർ കാർഡ് കേരളത്തിലെ ഓരോ അപ്ഡേറ്റുകൾക്കും പ്രോസസിംഗ് ഫീസ് ഈടാക്കും. പെരിങ്ങനാട് തൃച്ചേന്തമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST സുവോളജി തസ്തികയിൽ താൽക്കാലിക ഒഴിവ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിലെത്തണം. കളമശ്ശേരി എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ റേഡിയോ ഡയഗ്നോസിസ് വിഭാഗത്തിൽ റേഡിയോഗ്രാഫർ ഒഴിവ്. അഭിമുഖം ഈ മാസം 6-ന്. ആലപ്പുഴ മങ്കൊൻപ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ വനിതാ യോഗ ഇൻസ്ട്രക്ടേഴ്സിന്റെ ഒഴിവ്. അഭിമുഖം ഈ മാസം 10-ന് രാവിലെ 10 മണിക്ക്. കേരള കയറത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ള തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. 2024-25 വർഷത്തെ ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സുകൾക്കാണ് സഹായം. അപേക്ഷ ക്ഷേമനിധി ബോർഡിന്റെ എല്ലാ ഓഫീസുകളിലും ജാനുവരി 31 വരെ സ്വീകരിക്കും. ദേശീയ വാർത്തകൾ. NRI കോട്ട അഴിമതി കേസിൽ ബംഗാളിൽ ED റെയ്ഡ്. മെഡിക്കൽ കോളേജുകളിലെയും ആശുപത്രികളിലെയും പ്രവേശനത്തിലെ ക്രമക്കേടുകളിലാണ് അന്വേഷണം. ഡൽഹിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് തീപിടിച്ച് ഒരാൾ മരിച്ചു. ദ്വാരക എക്സ്പ്രസ് വേയിലാണ് അപകടം. ഉത്തരാഖണ്ഡിൽ ട്രക്ക് കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട 3 പേരെ രക്ഷപ്പെടുത്തി. അപകടം നൈനിറ്റാളിൽ. കർഷക പ്രക്ഷോഭത്തിൽ 5-അംഗ സമിതിയെ നിയോഗിച്ച് ഉത്തർപ്രദേശ് സർക്കാർ. IAS ഉദ്യോഗസ്ഥൻ അനിൽകുമാർ സാഗറിന്റെ നേതൃത്വത്തിലാണ് സമിതി. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. തെലങ്കാനയിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.3 തീവ്രത രേഖപ്പെടുത്തി. മുലുഗുവിൽ ഇന്ന് രാവിലെ 7:27-നാണ് ഭൂചലനമുണ്ടായത്. രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് സന്യാസി ചിന്മോയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധത്തിന്റെ വിള്ളൽ. അഗർത്തലയിലെ അസിസ്റ്റന്റ് കമ്മീഷൻ
ആക്രമിച്ച സംഭവത്തിൽ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം രേഖപ്പെടുത്തി. അഗർത്തലയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലെ വിസ കോൺസുലർ സേവനങ്ങൾ റദ്ദാക്കി. ഡൽഹിയിൽ കൂട്ടക്കൊലപാതകം. ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. മാതാപിതാക്കളും മകളുമാണ് കൊല്ലപ്പെട്ടത്. രാജ്യാന്തര വാർത്ത. ഹെസ്ബുല്ല ഇനിയും റോക്കറ്റ് തൊടുത്താൽ ലബനനിലെ വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ 40ഓളം പലസ്തീനികളും ലബനനിൽ 12 പേരും കൊല്ലപ്പെട്ടു. ജീവകാരുണ്യ സഹായം നിർത്തിയതിനെ തുടർന്ന് ഗസയിൽ പട്ടിണി മരണം. ആഗോള ഭീതി പരത്തി 17 രാജ്യങ്ങളിൽ ബ്ലീഡിംഗ് ഐ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. മനുഷ്യരിൽ മാരകമായ രോഗാവസ്ഥയിലേക്ക് ഈ വൈറസ് ബാധ കാരണമാകുമെന്നും WHO. റുവാണ്ടയിൽ ഇതിനോടകം 15 മരണം റിപ്പോർട്ട് ചെയ്തു. പങ്കാളികളെ വാടകയ്ക്ക് കിടക്കുന്ന രീതി വിയറ്റ്നാമിൽ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട്. പെൺകുട്ടികൾക്കിടയിലാണ് ഇത് കൂടുതൽ പ്രചാരമുള്ളത്. അവിവാഹിതരായി തുടരുന്നത് നാണക്കേടായാണ് അവിടെ കരുതുന്നത്. യോഗ ചെയ്യുന്നതിനിടെ തിരമാലയിൽപ്പെട്ട് റഷ്യൻ നടി ക്യാമല്ല ബെൽസാസ്കിയ മരിച്ച നിലയിൽ കണ്ടെത്തി. തായ്ലൻഡിലെ കോസാമോയ് ദ്വീപിലെ പാറക്കെട്ടിൽ യോഗ ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പാർലമെന്റ് പാസാക്കിയ പുതിയ ഹിജാബ് നിയമത്തെ വിമർശിച്ച് ഇറാൻ പ്രസിഡന്റ്. ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കാൻ തന്റെ സർക്കാരിന് കഴിയില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ. ഇത് നടപ്പാക്കുന്നത് ഇറാനിയൻ സമൂഹത്തിൽ വ്യാപകമായ അസംതൃപ്തിക്ക് കാരണമാകുമെന്ന് മുന്നറിയിപ്പ്. പട്ടാള നിയമം പിൻവലിച്ചതിനെ തുടർന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് രാജിവെച്ചു. മറ്റ് 9 മുതിർന്ന പ്രസിഡൻഷ്യൽ സെക്രട്ടറിമാരും രാജി പ്രഖ്യാപിച്ചു. ചൈന അമേരിക്ക വ്യാപാര യുദ്ധം മുറുകുന്നു. അമേരിക്കയിലേക്കുള്ള അപൂർവ ധാതു കയറ്റുമതി ചൈന നിരോധിച്ചു. ചൈനയുടെ തീരുമാനം അമേരിക്കയുടെ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ നിർമ്മാണത്തെ സാരമായി ബാധിക്കും. ബിസിനസ് ന്യൂസ്. നയപ്രഖ്യാപനത്തിനുള്ള RBIയുടെ ദ്വൈമാസ ധനനയ കമ്മിറ്റി യോഗം ആരംഭിച്ചു. നയപ്രഖ്യാപനം വെള്ളിയാഴ്ച ഉണ്ടാകും. അടിസ്ഥാന നിരക്കുകൾ കുറച്ചേക്കില്ലെന്നാണ് സൂചനകൾ. വർക്ക് ലൈഫ് ബാലൻസിൽ വിശ്വസിക്കുന്നില്ലെന്ന് സെപ്റ്റോ CEO ആദിത് പാലിച്ച. മേഖലയിലെ എല്ലാവരും ഇതേ രീതിയിൽ ചിന്തിക്കണമെന്നും എക്സ്പോസിൽ പാലിച്ച. 10 മിനിറ്റിനുള്ളിൽ മരുന്ന് വിതരണം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട് കൊമേഴ്സ് പ്രമുഖരായ ഫ്ലിപ്കാർട്ട് മിനിറ്റ്സ് ബ്രാൻഡിന് കീഴിലാണ് ഇത് അരങ്ങേറ്റം കുറിക്കുക. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഇന്ന് പവന് 57,040 രൂപയും ഗ്രാമിന് 7,130 രൂപയുമാണ് വില. മൊബൈൽ മാൽവെയർ ആക്രമണങ്ങൾ നേരിടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ 1ാം സ്ഥാനത്തെന്ന് റിപ്പോർട്ട്. US-നെയും കാനഡയെയും മറികടന്നാണ് അപകടങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 1ാം സ്ഥാനത്ത് എത്തിയത്. ഇന്ത്യൻ സ്മാർട്ട് ഫോണുകൾക്ക് സൗദിയിൽ വൻ ഡിമാൻഡ്. കഴിഞ്ഞ 8 മാസത്തിനിടെ ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് കയറ്റുമതി ചെയ്തത് 13 ലക്ഷം സ്മാർട്ട് ഫോണുകൾ. 3000 കോടി രൂപയിലേറെയാണ് കയറ്റുമതി മൂല്യം. ഏറ്റവും മികച്ചതും മോശം പ്രകടനം നടത്തുന്നതുമായ കാരിയറുകളെക്കുറിച്ചുള്ള 2024 റിപ്പോർട്ട് പുറത്തിറക്കി എയർ ഹെൽപ്പ് ഇൻകോർപ്പറേറ്റ്. ലോകത്തിലെ ഏറ്റവും മോശം പ്രകടനം നടത്തുന്ന എയർലൈൻ ട്യൂണിസ് എയറിന്റേതാണ്. ഏറ്റവും മികച്ച സർവീസ് നൽകുന്നത് ബ്രസൽസ് എയർലൈൻസുമാണ്. 2ാമത് ഖത്തർ എയർവേസും 3ാമത് യുണൈറ്റഡ് എയർലൈൻസുമാണ്. സ്പോർട്സ് ന്യൂസ്. വെസ്റ്റ് ഇൻഡീസിനെതിരെ 2ാം ടെസ്റ്റിൽ ചരിത്ര വിജയം നേടി ബംഗ്ലാദേശ്. 101 റൺസിനാണ് വിൻഡീസിനെ ബംഗ്ലാദേശ് പരാജയപ്പെടുത്തിയത്. 15 വർഷത്തിനിടെ ആദ്യമായാണ് കരീബിയൻ മണ്ണിൽ ബംഗ്ലാദേശിന്റെ ജയം. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസം ഡോൺ ബ്രാഡ്മാൻ 3/4 നൂറ്റാണ്ട് മുമ്പ് ധരിച്ച തൊപ്പി 2.63 കോടി ഇന്ത്യൻ രൂപയ്ക്ക് ലേലത്തിൽ വിറ്റു. 1947-48 കാലത്ത് ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ ബ്രാഡ്മാൻ ധരിച്ചിരുന്ന കമ്പിളിത്തൊപ്പിയാണ് ഇത്. അഡ്ലൈഡ് ടെസ്റ്റിന് മുന്നോടിയായി ഗൗതം ഗംഭീർ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിയെത്തി. ഈ മാസം 6-നാണ് ബോർഡർ ഗാവസ്കർ ട്രോഫിയിലെ നിർണായകമായ 2ാം ടെസ്റ്റ് ആരംഭിക്കുക. കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ നോക്കാം. അല്ലു അർജുൻ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പുഷ്പ 2 ദി റൂൾ. ചിത്രം പ്രദർശനത്തിലെത്താൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ കിടിലൻ ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് നായിക രശ്മിക മന്ദാന. പുഷ്പ ശ്രീവല്ലി പേരുകൾ പ്രിന്റ് ചെയ്ത പേർപ്പിൾ നിറത്തിലുള്ള സാരി ധരിച്ച ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. സൂപ്പർ ഹിറ്റ് ചിത്രം ഭ്രമയുഗത്തിന് ശേഷം രാഹുൽ സദാശിവൻ
സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയിൽ പ്രണവ് മോഹൻലാൽ നായകനാകുന്നു. ചിത്രത്തെക്കുറിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഒന്നും നിലവിൽ ലഭ്യമായിട്ടില്ല. ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രമായ പണി OTTയിലേക്ക്. ചിത്രം ഈ മാസം 20-ന് OTTയിൽ റിലീസ് ചെയ്യും. രാജ്യമാകെ കാത്തിരിക്കുകയാണ് അല്ലു അർജുൻ സിനിമയായ പുഷ്പ ദ റൂൾ. നാളെ തിയേറ്ററുകളിലേക്ക് ചിത്രം എത്തും. ചിത്രത്തിൽ അല്ലു അർജുന് പുറമെ രശ്മിക മന്ദന, ഫഹദ് ഫാസിൽ, സുനിൽ, ജഗപതി ബാബു, പ്രകാശ് രാജ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ഫാക്ട് ചെക്ക്. എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ ലാപ്ടോപ്പ് എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ ലിങ്കുകൾ പ്രചരിക്കുന്നുണ്ട്. സാധാരണ ജനങ്ങളിലേക്ക് വാട്സ്ആപ്പ് സന്ദേശം വഴിയാണ് ഈ ലിങ്ക് എത്തുന്നത്. എന്നാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിൽ ലാപ്ടോപ്പ് സൗജന്യം എന്ന പേരിൽ പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണ്. ലേറ്റസ്റ്റ് ന്യൂസ് നോക്കാം. ജാർഖണ്ഡിലെ റാഞ്ചി മാർക്കറ്റിൽ വൻ തീപിടുത്തം. ആളപായമില്ല. ഫയർ ടെൻഡറുകൾ സ്ഥലത്തെത്തി തീ അണച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ഛത്തീസ്ഗഡിൽ വാഹനാപകടം. കാറും ബൈക്കും കൂട്ടിയിടിച്ചുള്ള അപകടത്തിൽ 2 മരണം. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെലങ്കാനയിലെ മുലുഗു ജില്ലയിൽ ഭൂചലനം. 5.3 തീവ്രത രേഖപ്പെടുത്തി. ഗുജറാത്തിൽ ചെരുപ്പ് നിർമ്മാണശാലയിൽ തീപിടുത്തം. തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് പ്രാഥമിക നിഗമനം. ആളപായമില്ല. ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത. പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് സെനറ്റർ ഷിബ്ലി ഫറാസ് JCP അംഗത്വം രാജിവെച്ചു. ഇമ്രാൻഖാന്റെ സ്ഥാപക പാർട്ടിക്കുള്ളിലെ സംഭവവികാസങ്ങളെ തുടർന്നാണ് രാജി. തായ്വാൻ അതിർത്തിയിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. തായ്വാന് സമീപം 15 ചൈനീസ് വിമാനങ്ങളും 7 നാവിക കപ്പലുകളും 1 ഔദ്യോഗിക കപ്പലും കണ്ടെത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. ഇതോടെ 100 ന്യൂസ് പൂർത്തിയാവുന്നു.